140 സീറ്റിൽ 102 സീറ്റ് നേടി ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് UDF. അങ്ങനെ അതായത് 10 വർഷത്തെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നതിന് ശേഷമാണ് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന കാലഘട്ടത്തിൽ കാണേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെ ദുരന്തങ്ങളാണ്. അതുപോലെ തന്നെ കേരളം തന്നെ കടക്കെണിയുടെ വക്കിലാണ് നിൽക്കുന്നത്. ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചത് ഒരേ പാർട്ടി തന്നെയാണ് എന്ന കാരണം കൊണ്ടുകൂടിയാണ്. അപ്പം ഡെമോക്രസിയുടെ തന്നെ വേരറുക്കുവാൻ പോന്നതാണ് ഒരേ പാർട്ടി തന്നെ, അതും ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്ത പാർട്ടി തന്നെ തുടർച്ചയായി 10 വർഷം ഭരിച്ചാൽ എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടുണ്ടായ കുഴപ്പം മാത്രമല്ല, എങ്ങനെയാണ് അതുമൂലം അതായത് ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിച്ചത്, അതായത് ഏകാധിപത്യ മനോഭാവത്തോടുകൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോയതുകൊണ്ടാണ് കടക്കണിയിലേക്ക് എന്ന രീതിയിൽ കേരളം ചലിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ കിഫ്ബി വഴിയൊക്കെ നടത്തി എന്നതൊഴിച്ചാൽ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്, വ്യാവസായിക മേഖല എവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ സോഷ്യൽ സെക്ടർ അതായത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ അവസ്ഥ എന്താണിപ്പോൾ. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നല്ല മോർച്ചറിയിലാണ് കിടക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോയ 10 വർഷ ഭരണം. അപ്പോഴൊക്കെ ശക്തമായി പ്രതിപക്ഷം ഉണ്ടായിരുന്നു, എന്നിട്ടും ഇതാണ് അവസ്ഥ. അപ്പം അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ഓരോ 5 വർഷം കഴിയുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കുകയുള്ളൂ, അതൊട്ടും കുറയ്ക്കുകയില്ല. അല്ലാത്ത പക്ഷം ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ഗവൺമെൻറ്റുകൾ മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ 102 സീറ്റ് വാങ്ങി ചരിത്ര വിജയം നേടിയ കോൺഗ്രസ് UDFിനകത്ത് ഇപ്പോൾ എന്താണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്? ആര് മുഖ്യമന്ത്രിയാകും? 3 പേരുകളാണ് കേൾക്കുന്നത്. അതായത് KC വേണുഗോപാൽ, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനുമാണ്. അപ്പോൾ ഉന്നത നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ് KC വേണുഗോപാൽ. അദ്ദേഹം MP ആയതിന് ശേഷം ആ MP സ്ഥാനമൊക്കെ കളഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ ഇങ്ങോട്ട് വരാം, ഇവിടെ വീണ്ടും മത്സരിച്ച് ജയിക്കാം 6 മാസത്തിനകം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ആദ്യത്തെ 5 വർഷം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണസമയത്തെ ആദ്യത്തെ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷം വീണ്ടും LDF തന്നെ ഭരണത്തിൽ വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൽ ഒരു മാറ്റം വേണം എന്ന് AICC മറ്റും കണ്ടതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശന് ആ ഭാരം കൊടുക്കുന്നത്. ആ ഭാഗം തൻ്റെ ഭാഗം നല്ലവണ്ണം സമർത്ഥമായിട്ട് അഭിനയിച്ച് മികവ് തെളിയിച്ച് വിജയശ്രീലാളിതനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ VD സതീശൻ. രമേശ് ചെന്നിത്തലയെ പറ്റിയും നമുക്ക് മോശക്കാരൻ എന്ന് പറയാൻ, അദ്ദേഹം ശരിക്കും സമർത്ഥനായ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നത് നമുക്കറിയാം. കഴിവും മിഴിവും ഉള്ളവനാണ്, അതിനൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഓർക്കേണ്ടത്, പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മാറ്റിയെഴുത്ത്, അതായത് ഡെമോക്രസിയുടെ ശക്തി വർദ്ധിപ്പിക്കുമാറ് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയ ഒരു നേതാവാണ്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മൾ നോക്കണം, VD സതീശൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 3 പേരിൽ ആരാണ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്ന ചിന്തയാണ്, എന്ന ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിലും മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതായത് ഇപ്പോൾ തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടു
ഒരു കോൺഗ്രസ്സുകാരൻ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കാൻ, അതായത് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ശ്രമിക്കുകയും പോലീസ് ഇടപെട്ട് അയാളെ മാറ്റുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്രയ്ക്ക്, അതായത് ജനരോഷം, ജനങ്ങൾ ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചു, ഇപ്പോൾ ജനരോഷത്തിലേക്ക് മാറുകയാണത്. അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് എന്താണ്? ജനങ്ങളുടെ മാൻഡേറ്റ് VD സതീശൻ തന്നെ. അതായത് എനിക്കറിയാം, എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജസ്, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് ഒരുപാട് മെസ്സേജസ് വന്നു, ഒരുപാട് വിളികൾ വന്നു. സത്യത്തിൽ വിളികൾ കാരണം കൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ VD സതീശന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങളൊക്കെ വാദിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. കാരണം VD സതീശൻ കാരണം കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെ വിട്ട്, അതായത് ഇതുവരെ സ്ട്രോങ് ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിന്ന പലരും വിളിച്ച്, നല്ല ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് വിരമിച്ചവരെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ട് നൽകിയത് VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാൽ കേരളത്തിലെ ഒരു വലിയ മാറ്റം, എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം, അതായത് 1980കളുടെ ആരംഭത്തിലൊക്കെ കേരളം എങ്ങനെയായിരുന്നോ അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഇപ്പോൾ കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാറ്റം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ധ്വനി, ആ മാറ്റം VD സതീശൻ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്തത് എന്ന് പറയുന്ന ധാരാളം മനുഷ്യരെ മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, ഈ 3 പേരെ പറ്റിയും ചെറുതായി ഒന്ന് അവലോകനം നടത്താം. KC വേണുഗോപാലിന്, അദ്ദേഹം വളരെ മിടുക്കനാണ്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്, പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം അതുമാത്രവുമല്ല, ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയോടൊപ്പം, ഖാർഗെയോടൊപ്പം, മറ്റ് പല കേന്ദ്ര നേതാക്കന്മാരോടുമൊപ്പം ഒരുപോലെ ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാണ് KC വേണുഗോപാൽ. അപ്പം അദ്ദേഹം ഇപ്പോൾ ആ പദവിയിൽ നിന്ന് മാറി, ആ പാർലമെൻ്ററിയിൽ നിന്ന് മാറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ വിടവ്, കേരളത്തിൽ നിന്ന് പോകുന്ന 20 MP-മാരിൽ മറ്റാർക്കും തൽക്കാലം ആ വിടവ് നികത്താൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ MP പ്രേമചന്ദ്രനെ പോലെയുള്ളവർ ഉണ്ട് എങ്കിൽ പോലും KC വേണുഗോപാലിന് ഉള്ളത്ര സാധ്യതകൾ MP പ്രേമചന്ദ്രനുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ, അതായത് ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ ഒരു നേതാവാണ് KC വേണുഗോപാൽ. അങ്ങനെ കരുത്തനായ ഒരു നേതാവിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വലിച്ചെടുത്ത് ഇന്ത്യ മുന്നണിയുടെ ശക്തി ക്ഷയിപ്പിക്കണമോ? അതാണ് എനിക്ക് ഉയർത്തി കാണിക്കാനുള്ള ഒന്നാമത്തെ സംശയം. അപ്പം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ഇപ്പോൾ മമതാ ബാനർജിയൊക്കെ ഇന്ത്യ മുന്നണിയോട് കൂടുതൽ കൂറ് പുലർത്തുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയായി വരുന്നവരുമൊക്കെ ഇന്ത്യ മുന്നണിയോട് കൂടുതൽ കൂറ് പുലർത്താൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ ആർജിപ്പിച്ച് അടുത്ത ഇലക്ഷൻ എങ്കിലും ഇന്ത്യ ഭരിക്കുന്നത് വീണ്ടും കോൺഗ്രസ് ആകണം. അല്ലെങ്കിൽ ഇന്ത്യയിലും കേരളത്തിൽ എന്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ചോ അതിലും ഉപരിയായിട്ട് ഹിന്ദുത്വ ഇന്ത്യ എന്ന അജണ്ടയുമായി BJP മുന്നേറും. അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും SIR മുതൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഭീഷണി ഇന്ത്യൻ ഡെമോക്രസിയുടെ, സെക്കുലർ ഡെമോക്രസിയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നാം കൂടുതൽ ഭയചകിതരാകേണ്ടത്, ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനെ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നത്, കേരളത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണ്. അത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ വലിയ തോതിൽ ദുർബലപ്പെടുത്തും. അതായത്
ഇത്തരം നേതാക്കൾ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ അത്യാവശ്യമായ ഘട്ടത്തിൽ അങ്ങനെ ഒരാളെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് വലിയ വിപത്താണ് വരുത്തിവെക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റ അജണ്ടയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പരിഗണിക്കണം. പല MP-മാരും MLA ആയി മത്സരിക്കാൻ അവർക്കൊക്കെ മന്ത്രിയാകണം എന്ന മോഹമുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകണമെന്ന് മോഹമുള്ളവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ മത്സരിക്കാൻ വലിയ അഹമികാദിയ മുമ്പോട്ട് വന്നു. ഞാൻ മുൻപിൽ എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു. എന്നിട്ട് MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം എടുത്തു. അതായത് അങ്ങനെ തീരുമാനം എടുത്തത് കൊണ്ടാണ് പല MP-മാരും മത്സരിക്കാതിരുന്നത്. അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ കാര്യം എടുക്കൂ. അദ്ദേഹം എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ദോഷം വല്ലതുമുണ്ടോ? അദ്ദേഹം ഒരു ആഗോള പൗരനായിട്ട് അംഗീകരിക്കപ്പെട്ട മാന്യദേഹമാണ്. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നതിൽ ഒരു അപകടവുമില്ല, അപാകതയുമില്ല. അദ്ദേഹവും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നിരിക്കാം കേരളത്തിന് മുഖ്യമന്ത്രി പദവി. അതുകൊണ്ടാണ് മത്സരിക്കാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് ഇത്തരക്കാരും MP-മാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. അതേ ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു MP ആ സ്ഥാനത്യാഗം ചെയ്തിട്ട് ഇവിടെ വന്ന് വീണ്ടും മത്സരിച്ച് മുഖ്യമന്ത്രിയായിട്ട് മത്സരിച്ച് തൻ്റെ MLA സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നതിലെ അനൗചിത്യം, അത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ ആ അനൗചിത്യത്തിൻ്റെ കറുപ്പ് വളരെ കൂടുതലാകും. കാരണം വിദ്യാസമ്പന്നരായ ചിന്താശേഷിയുള്ളവരാണ് കേരളീയർ. അതുകൊണ്ടാണ് നോക്കൂ, ബംഗാളികൾ മിടുക്കരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 34 വർഷമാണ് അവർ LDFനെ താഴെ ഇറക്കിയത്, മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കി. അപ്പോഴേക്കും അവർ നിലം പരിശായി പോയിരുന്നു. പക്ഷേ കേരളീയർ 10 വർഷം കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ തെറ്റുകൾ കണ്ടുപിടിച്ച് തന്നെയാണ് താഴെ ഇറക്കിയത്. അപ്പം മലയാളികളെ പറ്റി ഞാൻ തന്നെ വിചാരിച്ചിരുന്നു ഈ മലയാളികളെ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. ഇപ്പം ഞാനതിൽ പശ്ചാത്തപിക്കുകയാണ്. മലയാളികളുടെ യുക്തിസഹമായ വോട്ട് ചെയ്യലിൽ ഞാൻ ഊറ്റം കൊള്ളുന്നു ഇപ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ യുക്തിസഹമായി തങ്ങളുടെ ബാലറ്റ് പേപ്പറിലൂടെ തങ്ങളുടെ ശക്തി തെളിയിച്ച മലയാളികളെ കൊഞ്ഞനം കുത്തി ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ആരും കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ എന്ത് സംഭവിച്ചു രാജസ്ഥാനിൽ പൈലറ്റിന് പകരം ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയപ്പോഴെന്ന്. എന്ത് സംഭവിച്ചു മധ്യപ്രദേശിലെന്ന്. അവിടെയൊക്കെ ഇപ്പോൾ കോൺഗ്രസ് നിലം തൊടാതിരിക്കുകയാണ്. ആ ഒരവസ്ഥ കേരളത്തിലെ കോൺഗ്രസിനും വന്നു പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ AICCയുടെ തലപ്പത്ത് തന്നെ KC വേണുഗോപാൽ വിരാജിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനായിട്ടും പ്രവർത്തിക്കട്ടെ. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി രമേശ് ചെന്നിത്തലയും VD സതീശനെയും മാത്രം നിർത്തിക്കൊണ്ട് വേണം ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കാനായിട്ട്. KC വേണുഗോപാലിനെ പറ്റി വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം കൊണ്ടുവന്നാൽ കേരളം അറബിക്കടലിലേക്ക് പോകുമെന്ന ഭയം കൊണ്ടല്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അത് വലിയ അപജയം സൃഷ്ടിക്കുമെന്ന് തോന്നുകയാലാണ്, എൻ്റെ യുക്തിയിൽ തോന്നിയത് കൊണ്ടാണ്, എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി രണ്ടാമത് നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തലയിലേക്ക് വരിക എന്ന് വെച്ചോളൂ. രമേശ് ചെന്നിത്തല 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2021 വീണ്ടും, അതായത് അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന കാരണം അപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തെ, അതായത് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ശക്തമായി പ്രതികരിച്ച് തനിക്ക് കഴിയാതെ വന്നത് അന്നേരത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് എന്നാണ്. അപ്പോൾ അന്ന് എന്തായിരുന്നു പ്രത്യേക സാഹചര്യം? നമുക്കറിയാം, കോവിഡായിരുന്നു 2019, COVID-19 2019-20 കാലഘട്ടത്തിലെ കോവിഡായിരുന്നു അന്നത്തെ പ്രത്യേക. പിന്നെ അതിനു മുൻപ് പ്രളയം, 2018 പ്രളയം, 2019 ഒരു ചെറിയ പ്രളയം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പാടെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ LDFനെ രണ്ടാം ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്തായിരുന്നു? കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമായിരുന്നു.
അന്നത്തെ രാഷ്ട്രീയക്കാരും ഈ കാര്യം, അതായത് കോൺഗ്രസ് പ്രതിനിധികളാരും ഈ കാര്യം ചർച്ചകളിലോ എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ചർച്ചയിൽ, അതായത് ഞാൻ പോകാറുള്ള ചർച്ചാവേളകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമാണ് LDFിൻ്റെ കരുത്ത്, അത് സൂക്ഷിക്കണം. പക്ഷേ എവിടെ നിന്നാണ് ഈ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കരുത്തായി മാറിയത്? 2013 രണ്ടാം UPA ഗവൺമെൻറ്റാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതായത് ഇന്ത്യയിലെ പൗരനായി ജനിച്ചു വീഴുന്ന ആർക്കും ഭക്ഷണം അവകാശമാകുന്ന നിയമം. ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ എന്താണ് പറയുന്നത്? അതായത് താഴെ തട്ടിൽ നിന്ന് 68% വരെയുള്ള ജനം, അതായത് ഏറ്റവും താഴ്ന്ന ദരിദ്ര വിഭാഗക്കാർ, ലോവർ ഇൻകംകാർ, മിഡിൽ ഇൻകംകാർ, അതിനും മുകളിൽ അപ്പർ മിഡിൽ ഇൻകം ഒഴിച്ച് അതായത് 68% ജനങ്ങൾ താഴെ നിന്ന് എണ്ണുമ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുക്കണം? അതായത് ഗോതമ്പ്, അരി, ആട്ട, 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ അതായത് ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കുന്നതാണ്. അതും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്ട് പാസ്സാക്കാൻ ഇന്ത്യയിലെ കാരണം എന്തായിരുന്നു? ഇന്ത്യ എല്ലാ 3 വർഷത്തിലൊരിക്കലും വരൾച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. വരൾച്ചയെ തുടർന്ന് ക്രോപ്പുകളുടെ ഒക്കെ നാശം, അങ്ങനെ ഭക്ഷ്യദാരിദ്ര്യം, അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് US-ൻ്റെ ഒക്കെ മുൻപിൽ കൈക്കുമ്പിൾ നീട്ടി നിൽക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അതുപോലെ തന്നെയാണ് ഈ 3-1 വർഷം വരൾച്ചയാണെങ്കിൽ വേറെ ഒരു വർഷം വെള്ളപ്പൊക്കമായിരിക്കും. അങ്ങനെയും അങ്ങനെ കൃത്യമായിട്ട് ഈ പട്ടിണിയുടെ വക്കിൽ കടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ രാജ്യത്തെ പട്ടിണി മുക്തമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയാണ് ഇന്ദിരാഗാന്ധിയും മറ്റുമൊക്കെ, അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് ഒക്കെ കൊണ്ടുവന്ന്, അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ പട്ടിണിയിലേക്ക് പോയിരുന്ന ഒരു രാജ്യം US-ൻ്റെ, അമേരിക്കയുടെ PL 480 പബ്ലിക് ലോ 480 എന്ന നിയമപ്രകാരം വലിയ തോതിൽ സഹായം ലഭിച്ചിരുന്ന രാജ്യം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഇനി ആരുടെയും മുൻപിൽ കൈ നീട്ടാൻ അനുവദിക്കരുത് എന്ന് വിചാരിച്ചാണ് കാർഷിക വിപ്ലവം ഇവിടെ അരങ്ങേറിയത്. 1966-67 വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തോടു കൂടിയും മറ്റും ഒക്കെ. അത് കഴിഞ്ഞ് ഭക്ഷ്യസുരക്ഷയിലേക്ക് നമ്മൾ എത്തി എന്നൊക്കെ പറയുമെങ്കിലും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ പിന്നെയും വീണ്ടും ഇന്ത്യയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് 2013 കൊണ്ടുവരുന്നത്. ആ ഭക്ഷ്യസുരക്ഷാ ആക്ടിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 തരം പയറുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ 68% ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന നിയമം. അപ്പോൾ ഈ കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? ഈ കോവിഡ് കാലം ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. കേരളം ആവശ്യപ്പെട്ടതുപോലെ ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ആ കിട്ടിയതാണ് കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി എല്ലാവരെയും ഊട്ടി പോറ്റിയത്. ബാക്കി വന്നതാണ് കിറ്റാക്കി സഖാക്കൾ വീടാന്തരം നടന്നു കൊടുത്ത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെ ചേർത്ത് പിടിക്കലാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തത്. അത് ജനങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ആ സമയത്ത് വെറും സാധാ വിശ്വാസിയും കോൺഗ്രസ് പ്രവർത്തകയായ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഈ 2013 ആക്ടിൻ്റെ, ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ സഹായമാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഇത് കോൺഗ്രസ് വിളിച്ചു പറയണമെന്ന്. പക്ഷേ കോൺഗ്രസ് അതിനെ വിളിച്ചു പറയാൻ തയ്യാറായില്ല. ഒരുപക്ഷെ അവരാരും അത് ഓർത്ത് കാണില്ല. അത് ഓർത്ത് വിളിച്ച് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ അത്തവണ തന്നെ UDFന് ഭരണത്തിൽ വരാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറ്റിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പരിശ്രമക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് കൊണ്ടാണ് എന്ന് അന്നു മുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുമുള്ളതാണ്. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, ഞാൻ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയെ
ഓർക്കുകയാണ് 2016 തന്നെ അദ്ദേഹം ഇടപെട്ട ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. കിഫ്ബി കൊണ്ടുവരുന്ന സമയത്ത് 1999 കിഫ്ബിയുടെ ആക്ട് പാസ്സാക്കുന്നത്. അന്ന് ആക്ട് പാസ്സായിട്ട് അസംബ്ലിയിൽ പാസ്സാക്കി, കിഫ്ബി ആക്ട് പാസ്സാക്കിയെങ്കിലും 2011 ഭരണത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഈ കിഫ്ബിയെ ഒരു എന്താ പറയുക, കടമെടുക്കാനുള്ള ബജറ്റിന് പുറത്തുള്ള ഒരു കടമെടുക്കൽ മെഷീനായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട് കണക്കാക്കിയില്ല, എടുത്തതുമില്ല, ഗവനിച്ചതേയില്ല കിഫ്ബിയെ. 2016 LDF ഭരണത്തിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? കിഫ്ബി ആക്ടിനെ അമെൻഡ് ചെയ്തു. എന്തിനാണ് അമെൻഡ് ചെയ്തത്? കിഫ്ബി ആക്ടിൽ പ്രത്യേകം പറഞ്ഞിരുന്നു CAGയുടെ ആക്ട് 20 പ്രകാരമുള്ള CAG പരിശോധന, ഓഡിറ്റിംഗ് ആവശ്യമാണ് കിഫ്ബിക്കെന്ന്. പക്ഷേ 2016 ഭരണത്തിൽ വന്ന ഗവൺമെൻറ് CAG ആക്ട് 20 പ്രകാരമുള്ള ഓഡിറ്റിംഗ് ആവശ്യമില്ല, CAG ആക്ട് 14 പ്രകാരമുള്ള ഓഡിറ്റിങ്ങേ ആവശ്യമുള്ളൂ എന്ന ഒരു അമെൻമെൻറ്റ് അസംബ്ലി വഴിയായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ കിഫ്ബി ആക്ടിനെ ഓഡിറ്റിങ്ങിൽ എന്നെ പരിമിതപ്പെടുത്തുന്നു. അതായത് സെക്ഷൻ 14 പ്രകാരമുള്ള ഓഡിറ്റിങ്ങെ CAG നടത്തേണ്ടു, സെക്ഷൻ 20 വഴിയുള്ള ഓഡിറ്റിംഗ് CAG നടത്തേണ്ട എന്ന ഒരു അമെൻമെൻ്റാണ് അന്ന് അസംബ്ലി വഴി കൊണ്ടുവന്നത്. ആ അസംബ്ലി വഴി അങ്ങനെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ വളരെ ശക്തമായിട്ട് രമേശ് ചെന്നിത്തല അതിനെ എതിർത്തു. എന്ത് പറഞ്ഞാണ് അദ്ദേഹം എതിർത്തത്? ഇത് കിഫ്ബിയുടെ പ്രാരംഭ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യും CAG, പക്ഷേ അതിൻ്റെ ഫണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നു, അതെങ്ങനെയൊക്കെ വിനിയോഗിക്കപ്പെട്ടു, ഇത്തരം കാര്യങ്ങളിലൊന്നും ഓഡിറ്റിംഗ് വരില്ല. എന്ന് വെച്ചാൽ കിഫ്ബിയുടെ ഫണ്ട്, ബോറോ ചെയ്ത ഫണ്ട് എടുത്ത് ഇഷ്ടം പോലെ ഗവൺമെൻറ്റിന് ചെലവഴിക്കാം. അതിനകത്ത് എത്രമാത്രം ധൂർത്തോ കെടുകാര്യസ്ഥതയോ ഒക്കെ വന്നാലും അതൊന്നും കിഫ്ബി കണ്ടുപിടിക്കാൻ അവസരം കിട്ടുന്നില്ല. കിഫ്ബിയുടെ ഓഡിറ്റിംഗ് 14 മാത്രം, സെക്ഷൻ 14 വെച്ച് മാത്രമായിട്ട് പരിമിതിപ്പെടുത്തുന്നത് കൊണ്ട് എന്ന് അദ്ദേഹം വളരെ ശക്തമായി അസംബ്ലിയിൽ വാദിച്ചു എങ്കിലും പിണറായി വിജയൻ അതിനെയൊക്കെ തടഞ്ഞു നിർത്തി ആ അമെൻമെൻറ്റുമായിട്ട് മുൻപോട്ട് പോയി. അപ്പം അന്ന് രമേശ് ചെന്നിത്തല ആ വാദിച്ചതിൻ്റെ ഫോളോ അപ്പായിട്ട് തുടർ നടപടികൾ ഉണ്ടായി. സെക്ഷൻ 20 അനുസരിച്ചുള്ള ഓഡിറ്റിങ്ങും കൂടി നടത്തിയിരുന്നെങ്കിൽ കേരളം ഇന്ന് ഇത്രയും വലിയ കടക്കണിയിലേക്ക് പോവുകയില്ലായിരുന്നു. സത്യസന്ധമായി അന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയതുപോലെ കിഫ്ബി വഴി ഇപ്പോൾ എന്താണ് പറയുന്നത്, 1,10,000 കോടിയോളം രൂപയാണ് കിഫ്ബി വഴി കടമെടുത്തിരിക്കുന്നത്. അങ്ങനെ കടമെടുത്ത ആ ഫണ്ട് എവിടെ പോയി, എങ്ങനെയൊക്കെ ചെലവഴിച്ചു നമുക്കറിയാം. ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമാണ്. ഏത് പ്രോജക്റ്റ് കിഫ്ബി എടുത്താലും ആ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമാണ്. അവിടെ തന്നെ നമുക്ക് സംശയിക്കാം, ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് പോകുന്ന ഫണ്ട് ചെല്ലേണ്ട പോക്കറ്റുകളിലൊക്കെ ചെല്ലും. അതിനുശേഷം ബാക്കിയുള്ളത് മാത്രമേ അടിസ്ഥാന സൗകര്യ നിർമ്മിതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയുള്ളൂ. ഓർമ്മയുണ്ടല്ലോ, കടലുണ്ടിയിലെ ഒരു പാലം, പണിതുകൊണ്ടിരിക്കുന്ന പാലം നിലം പൊത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ തന്നെ ഒരു റോഡിൻ്റെ നിർമ്മാണം, ഹൈവേയുടെ നിർമ്മാണം, അത് പൊട്ടിപ്പൊളിയുന്നതിനെ പറ്റി അവിടുന്നുണ്ടായിരുന്ന MP തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വയനാട് ജില്ലയിലേക്കുള്ള ചുരം റോഡ്, ആ ചുരം റോഡിൽ ആ റോഡിൻ്റെ പണി കഴിഞ്ഞ് 1 മാസത്തിനകം ഇടിഞ്ഞതാണത് ഇപ്പോഴെന്ന പോലെ ഞാൻ ഓർക്കുന്നു. തൃശ്ശൂരിലെ ഒരു സ്കൂള് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് നടത്തിയത് കൈകൊണ്ട് മാന്തി താഴെയിട്ട കോൺഗ്രസ് MLA-മാരെയും കോൺഗ്രസ് പ്രതിനിധികളെയും ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ കിഫ്ബി ഫണ്ട് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കിഫ്ബി ഫണ്ട് ഏതേത് പോക്കറ്റുകളെയൊക്കെ നിറയ്ക്കണമോ ആ നിറയ്ക്കലെല്ലാം കഴിഞ്ഞ് ബാക്കി മാത്രമാണ് റോഡിലോ കൺസ്ട്രക്ഷൻ മറ്റ് മേഖലകളിലോ ഒക്കെ ചെന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പം അങ്ങനെയുള്ള ആ കിഫ്ബിയെ നിയന്ത്രിച്ച് നിർത്താൻ അപ്പോൾ തന്നെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ശ്രമിച്ചിരുന്നെങ്കിൽ, അതായത് രമേശ് ചെന്നിത്തല ആ സെക്ഷൻ 14 സെക്ഷൻ 20 തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചപ്പോൾ ആ പ്രതിരോധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കിഫ്ബി വരുത്തിയ കെടുതിയിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള ആർഗ്യുമെൻ്റാണ് എനിക്കുള്ളത്. അത് ഞാൻ അദ്ദേഹത്തെ ശക്തി കുറച്ച് കാണിക്കാനല്ല,
അദ്ദേഹം മാത്രമല്ലല്ലോ, അന്ന് ബാക്കി MLA-മാരും ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ കോൺഗ്രസിൻ്റെ. അവരൊക്കെ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി പ്രതികരിച്ചിരുന്നുവെങ്കിൽ, ഈ വരാൻ പോകുന്ന വിപത്ത് മുൻപിൽ കണ്ട് പ്രതികരിച്ചിരുന്നുവെങ്കിൽ അത്തവണ തന്നെ LDF-നെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് ഭരണത്തിൽ വരാൻ പറ്റുമായിരുന്നു. അത് ചെയ്തില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിലാകുമായിരുന്നു മുഴുവൻ മലയാളികളും. പക്ഷേ അന്ന് അത് നടന്നില്ല. വീണ്ടും അവർ ഭരണത്തിൽ വന്നു. അത് കമ്മ്യൂണിറ്റി കിച്ചണുമാണ് അവരെ ഭരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ട് അതായിരുന്നു. അത് മാത്രമൊന്നുമല്ല, 45 ലക്ഷം കുടുംബശ്രീ മെമ്പേഴ്സുണ്ട്. ഈ 45 ലക്ഷം കുടുംബശ്രീ മെമ്പേഴ്സിനെയും LDF എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്? ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരികയല്ലേ, കേട്ട് മനസ്സിലാക്കിക്കൊള്ളൂ. അവർക്കെല്ലാം, കുടുംബശ്രീക്കാരെ എല്ലാം, അതായത് കോവിഡ് കാലത്തെ ഒരു 20,000 കോടിയുടെ പ്രത്യേക ഫണ്ടിങ് ഗവൺമെൻറ് പാസ്സാക്കി. ആ 20,000 കോടിയുടെ ഫണ്ടിങ്ങിൽ നിന്ന് 14,000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാനാണ് മാറ്റിവെച്ചത്. പിന്നെ ഉണ്ടായിരുന്നതിൽ നിന്ന് 4,000 കോടി കുടുംബശ്രീകൾക്കാണ് കൊടുത്തത്. എന്തിനാണ് കുടുംബശ്രീകൾക്ക് കൊടുത്തത്? കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനായിട്ട്. അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നതിന് കുടുംബശ്രീകൾക്ക് കൊടുത്ത ആ ഫണ്ട്, അതൊക്കെ അവരെ ചേർത്ത് പിടിക്കലായിരുന്നു. എന്ന് വെച്ചാൽ 45 ലക്ഷം വോട്ടാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് ഓർക്കണം, കുടുംബശ്രീയെ ചേർത്ത് പിടിക്കുമ്പോൾ. അങ്ങനെ കുടുംബശ്രീയെ ചേർത്ത് പിടിച്ചും കമ്മ്യൂണിറ്റി കിറ്റ് കൊടുത്തുമാണ് അവർ ഭരണത്തിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി സാമൂഹ്യ ജീവിതം അവലോകനം ചെയ്തിരുന്നു പാർട്ടിയെങ്കിൽ, അല്ലാതെ കിട്ടുന്ന സ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് ഇതിനേക്കാൾ വലിയ പദവി ഏത് എന്നന്വേഷിച്ച് നടക്കുകയല്ല ഒരു പാർട്ടിക്ക് വേണ്ടി ജനസേവകരായിട്ട് വരുന്നവർ ചെയ്യേണ്ടത്. അവർ തീർച്ചയായിട്ടും ജനസേവനം ചെയ്യണം, അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തണം, പാളിച്ചകൾ കണ്ടെത്തണം, ആ പാളിച്ചകളും പഴുതുകളും അടയ്ക്കാൻ അവർ ശ്രമിക്കണം. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം വരവിന് പിണറായി വിജയന് പഴുതൊരുക്കാതെ തന്നെ കോൺഗ്രസ്സിന് വരാമായിരുന്നു ഭരണത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലേക്കും പോകാൻ സമയമില്ല. എൻ്റെ ഓർമ്മയിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ ആഭ്യന്തര മന്ത്രിയോ അങ്ങനെ ഏതെങ്കിലും നല്ല പദവിയിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ അതേ സമയത്ത് നമ്മൾ ഈ VD സതീശനിലേക്ക് വരികയാണെങ്കിലോ, VD സതീശനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പുള്ളിയെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തത് വലിയ ഒരു ദൗത്യമാണ്. എന്ന് വെച്ചാൽ രണ്ടാം ഭരണത്തിലേറിയ പിണറായി വിജയൻ, അതായത് നമുക്കറിയാം എത്ര അഹങ്കാരത്തോടെയാണ് പിണറായി വിജയൻ ആ രണ്ടാം ഭരണം മുൻപോട്ട് കൊണ്ടുപോയത്. തുടങ്ങിയത് തന്നെ കേരളീയം എന്ന മാമാങ്കം കൊണ്ട്. കേരളീയം എന്ന മാമാങ്കം കഴിഞ്ഞ് നവകേരള സദസ്സ് എന്ന വേറൊരു മാമാങ്കം, അവസാനമാകുമ്പോഴത്തേക്കും എൻ്റെ കേരളം എന്ന് പറഞ്ഞ് ഇനിയും ഒരു മാമാങ്കം. അതിനിടയ്ക്ക് വേറെ എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചത് നമുക്കറിയാം. തിരുവാതിര കളിയൊക്കെ, അതായത് ലോകത്തെ ഏറ്റവും ആദരണീയനായ ആരാധ്യനായ നേതാവാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് തിരുവാതിര കളിക്കുകയൊക്കെ ചെയ്ത അവസ്ഥ നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ശക്തമായി അതിനെയൊക്കെ എതിർത്ത് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, വളരെ പ്രധാനപ്പെട്ട വേറെ പല കാര്യങ്ങളും നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ വികസന പദ്ധതികളൊക്കെ, അതായത് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് തരുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരുന്നില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കുഴപ്പം. അതായത് ഫിനാൻസ് കമ്മീഷനെയൊക്കെ വളച്ചൊടിച്ച് കേന്ദ്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ നെല്ല് കർഷകർക്ക് കിട്ടേണ്ട, അതായത് സംഭരണ വില, അതുപോലെയൊക്കെയുള്ള മറ്റേ കേന്ദ്ര സംസ്ഥാന, അതായത് കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ട് നടത്തുന്ന സ്കീംസ്, അതായത് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, ഇതിലൊക്കെ കേന്ദ്രം ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നതിനെ അംബർല സ്കീംസ് എന്ന് പറഞ്ഞ് 28 എണ്ണമാക്കി കേന്ദ്ര ഗവൺമെൻറ് കുറയ്ക്കുന്നു. ഓരോന്നിൻ്റെയും ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി തന്നെ എടുക്കൂ. 10 രൂപ സംസ്ഥാനവും 90 രൂപ കേന്ദ്രവും ചെലവാക്കിക്കൊണ്ടിരുന്നതാണ് 40 × 60 എന്ന രീതിയിൽ മാറ്റിയത്.
അപ്പോൾ എല്ലാ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിൻ്റെയും കേന്ദ്രത്തിൻ്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിൻ്റെ ഷെയർ വർദ്ധിപ്പിച്ചു. അങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാനായിട്ട് ശ്രീ വി ഡി സതീശൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പല സമയത്തും അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഹൈക്കമാൻഡിൽ ശക്തനായി നിൽക്കുന്ന കെ സിക്കാണ് കൂടുതൽ MLA-മാരുടെ സപ്പോർട്ട് കിട്ടിയത്. അതായത് ഇപ്പോൾ കൂടുതൽ MLA-മാർ കെ സി വേണുഗോപാലിന് വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് കേന്ദ്ര കമ്മിറ്റി, ഇതേപ്പറ്റിയുള്ള വിവരശേഖരണത്തിന് വന്ന കേന്ദ്ര കമ്മിറ്റി ആരാകണം മുഖ്യമന്ത്രി, മൂവരിൽ നിന്ന് ആരാവണം മുഖ്യമന്ത്രി എന്ന തീരുമാനം ഉറപ്പാക്കാൻ റിവ്യൂ കമ്മിറ്റി, കേന്ദ്രത്തിൽ നിന്നുള്ള റിവ്യൂ കമ്മിറ്റിയുടെ മുൻപിൽ കൂടുതൽ MLA-മാർ അഭിപ്രായം രേഖപ്പെടുത്തിയത്, അതായത് ശ്രീ കെ സി വേണുഗോപാലിന് വേണ്ടിയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയതെന്ന് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ സൂചിപ്പിച്ച MLA-മാർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ആണ് ഈ MLA-മാർ ആരൊക്കെ MLA-മാരായി മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ, അതുപോലെ തന്നെ MLA-മാർക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ ഒക്കെ സഹായം ചെയ്തത് കെ സി വേണുഗോപാലാണ് എന്നതാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അവർ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. അപ്പോൾ അതിലുള്ള ആ സ്വാർത്ഥതയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ MLA-മാരുടെ അവർക്ക് ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ നേടാമെന്നതിലാണ് അവർക്ക് ഇരിക്കുന്നത്. അതല്ല, അവരെ ജനം ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം എങ്ങനെ നന്നായി നിർവഹിക്കാം എന്നതിലല്ല, ഞങ്ങൾക്കിനിയും എന്തൊക്കെ നേടാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമായിട്ടുണ്ട്. ശ്രീ വേണുഗോപാൽ അങ്ങനെ തന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരെ ആകാം MLA ആയിട്ട് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. അത് ഒന്ന്, അത് അദ്ദേഹം അവർക്ക് വേണ്ടിയായിരിക്കാം വാദിച്ചത്. ഒന്നത്. രണ്ടാമത്, അദ്ദേഹം ഫണ്ട് കൊടുത്ത് സഹായിച്ചു. എവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ ഫണ്ട് കിട്ടിയത്? ഇവിടെ നമുക്ക് എല്ലാ മന്ത്രിമാരും ഒക്കെ സംസാരിക്കുന്നത് കേട്ടാൽ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെ സംസാരിക്കുന്നത് കേട്ടാൽ ഹോൾഡിങ്സ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഹോൾഡിങ്സ് തന്നെ സംസ്ഥാനം മുഴുവനും മാത്രമല്ല, എവിടെയൊക്കെ മറ്റ് എന്താ പറയുക, ഈ യൂട്യൂബും അതും ഒക്കെ അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്സിൻ്റെ പ്രളയമായിരുന്നു. അതൊക്കെ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം, അല്ലെങ്കിൽ പാർട്ടി വിശ്വാസികൾ കൊടുക്കുന്ന ഫണ്ട്. ആ ഫണ്ടാണ് ഇവരൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കെ സി വേണുഗോപാലാണെങ്കിലും അങ്ങനെ പാർട്ടി അനുഭാവികൾ സംഭാവന ചെയ്ത ഫണ്ട്, പാർട്ടി ഫണ്ട്, അതിൽ നിന്നാണ് ഒരു MLA-ക്ക് ഇത്ര രൂപ എന്ന രീതിയിൽ കൊടുത്ത് സഹായിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതുമല്ല. അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുക എന്നൊക്കെ പറയുന്നതിനെ പറ്റി ലജ്ജ തോന്നുന്നു. MLA-മാർ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ. അതൊക്കെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും കൊടുക്കൽ, അതായത് പുറം ചൊറിയുന്ന രീതിയിലായിരിക്കരുത്. കെ സി വേണുഗോപാൽ ഔദ്യോഗികമായ ഉത്തരവാദിത്തമാണ് ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ചെയ്തത്. അതുപോലെ തന്നെ തങ്ങൾ ജനപ്രതിനിധികളാകാൻ മത്സരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിയുടെ സഹായമാണ്, അല്ലാതെ കെ സി വേണുഗോപാലിൻ്റെ സഹായമല്ല ഈ MLA-മാർ സ്വീകരിച്ചത്. അതുകൊണ്ട് അവർ ആ കാരണത്തിൻ്റെ പേരിൽ കെ സി മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്നത് എത്ര ദുഷ്ടലാക്കോടെയാണ് എന്ന്, അല്ലെങ്കിൽ എത്ര യുക്തിരാഹിത്യത്തോടെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ആ വാഗ്വാദം ഒരു കാരണവശാലും ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ലളിതമായ വിനീതമായ അഭിപ്രായം. അപ്പം അതുപോലെ തന്നെ ഈ വി ഡി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം, ജനവികാരം തനിക്ക് അനുകൂലമാണെന്ന്. ഇത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ജനവികാരം അനുകൂലമാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഒരു മനുഷ്യൻ സ്വന്തം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ നോക്കിയത്? ആരോ മുഖ്യമന്ത്രിയാകട്ടെ എനിക്കെന്ത് എന്ന് വിചാരിക്കേണ്ടതാ. അതിന് പകരം അദ്ദേഹം എന്താ ചെയ്തത്? അതായത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് ആരാണെങ്കിലും പ്രവർത്തിക്കും, പക്ഷേ
അദ്ദേഹത്തിന് ഉറപ്പാണ് 101% സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് സംസ്ഥാനത്തെ അസാധാരണമായ തലത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ആ മനുഷ്യന് ആ വിശ്വാസം കൊണ്ടാണ് സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറായിട്ട് ഒരു മനുഷ്യൻ മുൻപോട്ട് വരുന്നത്. അങ്ങനെ കേരളത്തിൽ എവിടെ നോക്കിയാലും കോൺഗ്രസ്സുകാരനാണോ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന, അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, സുഹൃത ജപം പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജനമാണ് ഈ കേരളത്തിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും. അതായത് കോൺഗ്രസിനെ പറ്റി അറിയാവുന്നവർ, വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങൾ അറിയാവുന്നവർ അങ്ങനെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനവികാരം വെറുതെ ഉണ്ടാകുന്നതല്ല. വ്യക്തികളെ അവരും കാണുന്നു, പഠിക്കുന്നു. അത് വ്യക്തികളെ പഠിക്കാൻ ധാരാളം മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ സ്ഥിരം ഈ നേതാക്കന്മാരുടെയൊക്കെ വാക്കും കർമ്മവും കണ്ടും കേട്ടും ഇരിക്കുന്നവരാണ് ജനങ്ങൾ. അപ്പം അങ്ങനെയുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് ഇന്നയാൾ മതി മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻതൂക്കം കൊടുക്കണം. മുൻതൂക്കം കൊടുത്തില്ലെങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും കേരളത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന കാര്യം ഹൈക്കമാൻഡും കോൺഗ്രസ് നേതാക്കന്മാരും ആലോചിച്ച് മനസ്സിലാക്കിയാൽ നല്ലത്, തീരുമാനം എടുക്കുന്നതിന് മുൻപ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജോസഫ് സർ തന്നെ അവിടെ നിന്ന് AICC മെമ്പേഴ്സിനെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്, ജനഹിതമനുസരിച്ചുള്ള ആള് മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ജനഹിതമനുസരിച്ചുള്ള ആൾ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അത് വി ഡി സതീശനാണ്. അദ്ദേഹം അപ്പോൾ വി ഡി സതീശനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചുള്ള സഹമന്ത്രിമാരായിരുന്നവരാണ് രമേശ് ചെന്നിത്തലയും PJ ജോസഫും. അദ്ദേഹത്തിന് അറിയാം രമേശ് ചെന്നിത്തലയുടെ കഴിവുകളും എല്ലാം അറിയാം. എന്നിട്ടും അദ്ദേഹം ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരട്ടെ എന്ന് തന്നെ ജനം ആർക്കൊപ്പമോ അദ്ദേഹം ആ ആൾ വരണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് കേരള കോൺഗ്രസിൻ്റെ താല്പര്യം ഇതാണ്, വി ഡി സതീശൻ അനുകൂലമാണ് എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ എല്ലാവരും കേൾക്കെയാണ് മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം പറഞ്ഞത്, ജനഹിതത്തിനനുസരിച്ചുള്ള ആൾ മുഖ്യമന്ത്രിയാകണം. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കക്ഷികൾ മാത്രമൊന്നുമല്ല, RSPയും ഒക്കെ അത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും മറിച്ച് പറഞ്ഞ ഘടകകക്ഷികൾ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. ഓക്കെ, എന്താണെങ്കിലും ഇത്രയധികം ശക്തമായ രീതിയിൽ വി ഡി സതീശൻ തന്നെ വരണമെന്ന് ജനലക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് 1,72,00,000-ലക്ഷത്തിലധികം വോട്ടേഴ്സാണ് വോട്ട് ചെയ്തത് കേരളത്തിൽ. അതിൽ നിന്ന് 102 MLA-മാർ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കോടിക്കടുത്ത് വോട്ട് കിട്ടി കാണും. അങ്ങനെ വോട്ട് കിട്ടിയ MLA-മാർ ഒരു സംസ്ഥാനത്ത് ജനം ആഗ്രഹിക്കുന്ന അത്രയേറെ വോട്ടേഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്കല്ലാതെ ആർക്ക് മാൻഡേറ്റ് കൊടുക്കണമെന്നാണ് ഹൈക്കമാൻഡോ ഏത് കമാൻഡാണെങ്കിലും തീരുമാനിക്കുന്നത്. അങ്ങനെ വി ഡി സതീശന് തന്നെ മുഖ്യമന്ത്രി പദവി കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ശക്തമായൊരു കോൺഗ്രസ് കേരളം 5 വർഷം കഴിയുമ്പോൾ വി ഡി സതീശൻ കെട്ടിപ്പടുത്തിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കടക്കണിയിലേക്ക് പോകുന്ന തരത്തിൽ ധനപ്രതിസന്ധിയിലാണ്. ആ ധനപ്രതിസന്ധിയിൽ നിന്നൊന്ന് മാറി, അതായത് ഒന്ന് പുറത്ത് ചാടാൻ തന്നെ 2-3 വർഷങ്ങളിൽ കൂടുതൽ വേണ്ടി വരും. അതും വളരെ വളരെ ബുദ്ധിപരമായി മാത്രം മുന്നേറിയാലേ അത് പറ്റൂ. അങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി സംസ്ഥാനത്തെ ഒരു ബാലൻസിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വലിയ ദുർഘടമായ ഒരു ദൗത്യമായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പ്രാപ്തനായ ആളെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഒരു കൈത്താങ്ങായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കി